ഒരു സിങ്കിന് വേണ്ടി കൊടുത്ത വില ഒരു വലിയ വിലയായി. ഈ ഒരു സിങ്ക് റീപ്ലേസ്മെന്റ് വീഡിയോ ഞാൻ പിടിച്ചു വെച്ചിട്ട് ഒത്തിരി നാളെ. ഇനിയെങ്കിലും ഇത് പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ? കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ കിച്ചൺ സിങ്കിൽ ചെറിയൊരു ക്രാക്ക് വന്നു. കുറച്ച് മാസം എന്ന് പറയുമ്പോൾ ഒരു 4-5 മാസം ആയിട്ടുണ്ട് ഏകദേശം. സോ അത് റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കും അവർ സിങ്ക് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞു. ഫുൾ കോസ്റ്റ് നമ്മൾ തന്നെ ബെയർ ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് കൊടുത്ത വലിയ വിലയെ കുറിച്ചാണ് ഞാൻ വീഡിയോയുടെ ആദ്യം പറയുന്നത്. പിന്നെ ഇവിടെ സിങ്കൊക്കെ വന്നവർ റീപ്ലേസ് ചെയ്തിരും. പക്ഷേ ആ റീപ്ലേസ്മെന്റ് ചെയ്തതിന് ശേഷമുള്ള വേസ്റ്റ് ഒക്കെ നമ്മൾ വേണം കൊണ്ട് ഡിസ്പോസ് ചെയ്യാൻ. ഡിസ്പോസ് ചെയ്യുന്ന വേറെ എവിടെയല്ല, നമ്മുടെ ബിൽഡിങ്ങിന് താഴത്ത് ഷൂട്ടിന് പുറത്തു കൊണ്ട് നമ്മളത് വെക്കണം. പിറ്റേ ദിവസം ഗാർബേജ് എടുക്കാൻ വരുന്ന ട്രക്ക് അതൊക്കെ എടുത്തിട്ട് പൊക്കോളൂ. അങ്ങനെ അതൊക്കെ കൊണ്ട് അവിടെ ഒതുക്കി വെച്ചതിന് ശേഷം ഞങ്ങളിപ്പോൾ പോകുന്നത് തൊട്ടടുത്തുള്ള സാപ്കയിൽ പോയി എൻ്റെ ഒരു കൊറിയർ കളക്ട് ചെയ്യാനാണ്. മഴ കണ്ടപ്പോൾ ഇതിർക്കുട്ടൻ അവന്റെ അംബ്രല്ലയും കൊണ്ടാണ് ഇറങ്ങിയത്. അവന്റെ പുതിയ മിക്കി മൗസ് കൊട. നമ്മൾ ഈ വണ്ടിക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന പോലെ അവന്റെ പുതിയ കൊട ഒന്ന് ടെസ്റ്റ് ചെയ്യണമായിരുന്നു. സാപ്കയുടെ അവിടെ നടന്നത് ഇപ്പോഴും അവിടുത്തെ ഫുട്പാത്തിൽ എന്തോ പണിയെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ പുല്ലിന്റെ പുറത്തോട്ട് ചാടിപ്പോയി ആ കൊറിയർ മേടിച്ചിട്ട് ഈ കാണുന്ന എന്റെ തെമുവിന്റെ ഒരു ഓർഡറാണ് ഇവിടെ വന്നിരുന്നത്. ഇനിയിപ്പോ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ മഴയത്ത് ഒരു കുട്ടി വാക്കൊക്കെ ചെയ്ത് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോ വന്നേരെ ബൈ ബൈ.